പിണറായിസം അത് മാത്രം മതിയല്ലോ. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് മരുമോനിസം വന്നിട്ടുണ്ടല്ലോ. ജനങ്ങളിത് കാണുകയല്ലേ, അനുഭവിക്കുകയല്ലേ. 2700 കൂടെ ഒരു 0 കൂടി മിനിമം ചേർക്കാം. 27,000 വോട്ടിന്റെ ഭൂരിപക്ഷം മിനിമം. കുഴപ്പമില്ലല്ലോ. നിലമ്പൂർ UDF-ന് സമ്മാനമായി കൊടുക്കുമോ? എന്താണ് സംശയം? 2 സമ്മാനം കൊടുത്തല്ലോ. ഒന്ന് നമ്മുടെ മാനന്തവാടി മണ്ഡലത്തിൽ പനമരം പഞ്ചായത്ത് കൊടുത്തു, നിലമ്പൂർ മണ്ഡലത്തിൽ നമ്മുടെ ചുങ്കത്തറ പഞ്ചായത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഒരു നിയമസഭാ മണ്ഡലം കൂടെ സമ്മാനമായി കൊടുക്കും. അതിനൊരു തർക്കമില്ല. അതും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ കൊടുക്കും. ശ്രീ പി വി അൻവർ, ഈ 2,100 വോട്ടിന്റെ വ്യത്യാസമാണ് 2021 നിലമ്പൂരിലുള്ളത്. നേരിയ വോട്ട് വ്യത്യാസം. അന്നത്തെ സാഹചര്യമേ അല്ല, ചേരുവകളെല്ലാം കടകം തിരിഞ്ഞ് നിൽക്കുകയാണ്. എന്ത് സംഭവിക്കും? അതെ, ഘടകം തിരിഞ്ഞല്ല നിൽക്കുന്നത്, അനുകൂലമായി നിൽക്കുകയാണ്. 2700 കൂടെ ഒരു 0 കൂടി മിനിമം ചേർക്കാം. 27,000 വോട്ടിന്റെ ഭൂരിപക്ഷം മിനിമം. കുഴപ്പമില്ലല്ലോ. ഇല്ല, നല്ല നമ്പറാണ്. പക്ഷെ അത് ഉറപ്പുണ്ടോ? ഓക്കെ, തീർച്ചയായിട്ടും, നോ ഡൗട്ട്. എന്തൊക്കെയാണ് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുക? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പിണറായിസം അത് മാത്രം മതിയല്ലോ. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് മരുമോനിസം വന്നിട്ടുണ്ടല്ലോ. ജനങ്ങളിത് കാണുകയല്ലേ, അനുഭവിക്കുകയല്ലേ. ഒരു കുടുംബത്തിൻ്റെ കീഴിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ, ഒരു തൊഴിലാളി വർഗ പാർട്ടിയെ എങ്ങനെയാണ് കാൽക്കീഴിലാക്കുക എന്നത് അമ്മായിയപ്പനും മരുമകനും കാണിച്ചു കൊടുക്കുകയല്ലേ. അതിലെ ദുരന്ത കഥാപാത്രങ്ങളല്ലേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും പാവപ്പെട്ട അണികളും തൊഴിലാളികളും, അതുപോലെ തന്നെ ജനങ്ങളും. ശ്രീ പി വി അൻവർ, അവിടെ ഒരു ഫാക്ടറി അല്ലെന്നാണ് ആദ്യമായിട്ടൊരു സത്യം അവർ പറഞ്ഞു. പി വി അൻവർ അവിടെ ഒരു ഫാക്ടറി അല്ല, അവിടെ ഫാക്ടർ ജനങ്ങളാണ്. CPM അടുത്ത കാലത്ത് പറഞ്ഞ സത്യവത. പി വി അൻവർ ഫാക്ടർ അല്ലല്ലോ, അവിടെ ജനമാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് LDF UDF തമ്മിലല്ല, അത് തെറ്റിദ്ധാരണയാണ്. അത് തിരുത്തണം നിങ്ങൾ ആദ്യം. അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ജനങ്ങളും പിണറായിസവും മരുമോനിസവും തമ്മിലാണ്. അതുകൊണ്ട് അവിടെ ഫാക്ടർ ജനങ്ങളാണ്. ആ ജനങ്ങളുടെ ഫാക്ടറാണ് ഈ പറയുന്ന പിണറായി ഗവൺമെൻറ്റും പിണറായിസവും തിരിച്ചറിയാൻ പോകുന്നത്. ആ ഉത്തരവാദിത്തം നിലമ്പൂരിലെ ജനങ്ങൾ ഏറ്റെടുക്കും. ഇപ്പോൾ എന്താണ് മാധവ് നടക്കുന്നത്? മൂന്നാമതും മരുമകൻ തന്നെ അധികാരത്തിൽ വരും. അടുത്ത മുഖ്യമന്ത്രിയാണല്ലോ മരുമകൻ. അമ്മായിയപ്പന് ഒരു നിവൃത്തിയില്ലെങ്കിൽ മരുമകനെ മുഖ്യമന്ത്രിയാക്കും. അതുകൊണ്ട് മൂന്നാമതും ഞങ്ങൾ വരുന്നു എന്ന നെറേറ്റീവല്ല സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ജനം ഇനി അനുവദിക്കുമോ? ഈ ആളുകളുടെ എല്ലാം പേരിൽ ഊറ്റം കൊണ്ടിരുന്ന ആളാണ് ശ്രീ പി വി അൻവർ അടുത്ത കാലം വരെ. ഇതൊരു രാഷ്ട്രീയ ബുദ്ധിയല്ലേ? ഞാൻ എങ്ങനെയാണ് വിരിഞ്ഞത്? എൻ്റെ വ്യക്തിപരമായ കാര്യത്തിനാണോ? എൻ്റെ എന്തെങ്കിലും ലാഭത്തിനാണോ? ഈ പറയുന്ന മരുമോനിസത്തിലേക്കും കുടുംബാധിപത്യത്തിലേക്കും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുടെ ഓഫീസും എല്ലാ നിരക്കും നീങ്ങി തുടങ്ങിയപ്പോഴാണ് ഞാൻ അതിനെ എതിർത്തത്. ഇവിടെ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷ സമുദായത്തെയും അതുപോലെ തന്നെ മതേതരവാദികളെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു വേർതിരിവുണ്ടാക്കുന്ന, കേരളത്തിന് ഒരിക്കലും പരിചിതമല്ലാത്ത ഒരു രാഷ്ട്രീയ സംഹിത ഇവിടെ കെട്ടിപ്പടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഒരു ഭാഗത്ത് ശ്രമിക്കുന്നു. അതോടൊപ്പം ഈ ശക്തികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പണമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് നിർബാധം നടക്കുന്നു. എന്താ ഇപ്പോൾ കോഴിക്കോട് എയർപോർട്ട് വഴി സ്വർണം വരാത്തത്? എന്താ പോലീസ് പിടിക്കാത്തത്? ഇപ്പോൾ ആരാ പിടിക്കുന്ന? കസ്റ്റംസ് ആണല്ലോ. എങ്ങനെ നിന്നുപോയി ഇത്? അന്ന് അവിടെ പ്രവർത്തിച്ചിരുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ എന്തിനാ സ്ഥലം മാറ്റിയത്? അപ്പോൾ പണമുണ്ടാക്കാനുള്ളൊരു ഒറ്റ സ്രോതസ്സായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ മാറ്റി ഈ പറയുന്നത് പോലെയുള്ള സാമൂഹിക ഛിദ്രത വരുത്താൻ പൊളിറ്റിക്കൽ എയിമിൽ വെറും വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഗവൺമെൻറ് തൊഴിലാളികളെ പാടെ തിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അല്ല, എന്റെ മനസാക്ഷിക്കാൻ ഈ ആരോപണങ്ങളൊക്കെ വലിയ വിവാദമുണ്ടാക്കിയെന്നുള്ളത് ശരിയാണ്. പക്ഷെ നടപടി ഉണ്ടായില്ല. ഒരു നടപടി ഉണ്ടാവില്ല. അത് തന്നെയാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. ജനങ്ങളുടെ കോടതിയിലാണ് ഇത് തീരുമാനിക്കപ്പെടാൻ പോകുന്നത്. എന്താണ് ഇപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും തെളിയിക്കപ്പെട്ടോ? എങ്ങനെ തെളിയാനാണ്? ഇത് അന്വേഷിക്കുന്നത് ആരാ? ഇവരുടെ ഏജൻസികൾ, ഇവരുടെ വിജിലൻസ്, ഇവരുടെ ക്രൈംബ്രാഞ്ച്, ഇവരുടെ സ്റ്റേറ്റ് പോലീസ്. ഇന്ന് കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFIO എവിടെ പോയി? ഏത് ഏജൻസിയാണ്? കേന്ദ്ര ഏജൻസികളും സംസ്ഥാന ഏജൻസികളും മുഴുവൻ ഇവരുടെ കയ്യിൽ. ഇവർ രണ്ടും ഒന്ന്. പിന്നെ എന്ത് തെളിയിക്കപ്പെടും? ഒന്നും തെളിയിക്കപ്പെടില്ല. RSSനെ നേരിട്ട് എതിർക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവ് പിണറായി വിജയനാണെന്നാണ് CPM-ന്റെ പക്ഷം. അതെ, അത് സംഘ് പരിവാറിനൊപ്പമാണോ
സംഘപരിവാറിന്റെ കൂടെയാണോ കിടന്നുറങ്ങുന്നതെന്നൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അങ്ങനെ സംസാരിക്കുന്നത് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ജനങ്ങളത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ജനങ്ങൾക്ക് ഇനി ഇത് തിരിച്ചറിയാനൊന്നും ഇല്ലല്ലോ. എന്താണ് മാറ്റം? CPM AKG സെന്ററിന്റെ കളർ ചുവപ്പ് മാറ്റി കാവി അടിച്ചില്ലേ? അതിനെക്കുറിച്ച് പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ എന്താ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്? ചുവപ്പോ അതൊരു നെഗറ്റീവ് കളറല്ലേ. എവിടെ എത്തി? ഫാസിസ്റ്റോ BJPയോ? ഒരിക്കലും ഫാസിസ്റ്റ് അല്ല. ആരാ പറയുന്നത്? പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഇനി ഇതിനപ്പുറം എന്താ വേണ്ടത്? ഇതൊന്നായി നീങ്ങുകയല്ലേ കേരളത്തിൽ? ജനങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ.